ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രശസ്തനായ ജോസഫ് മർഫി പങ്കുവച്ച ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റോറിയാണ്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ലോ ഓഫ് അസംഷനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതും ഫീൽ ചെയ്യുന്നതുമാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന്. പക്ഷേ ഇവിടെ ഒരാൾ തൻ്റെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നോർമൽ അല്ലാത്ത ഒരു രീതിയിൽ തൻ്റെ ആഗ്രഹം നേടിയെടുത്തു. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ കാണുന്നുണ്ട്. ഒരു നല്ല ജോലി, അല്ലെങ്കിൽ പുതിയ വീട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങളുടെ മൈൻഡിൽ അത് ക്ലിയർ ആണ്, ആ ഫീലിംഗ് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഉടനെ നമ്മുടെ മനസ്സ് പറയും, എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് നടക്കും? ഇതിനു വേണ്ടി എനിക്ക് ആരെയും അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. അതായത് എന്ത് വേണമെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ അത് എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഈ എങ്ങനെ എന്ന ചോദ്യം കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം റിലാക്സ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇനി കഥയിലേക്ക് വരാം. ഇതൊരു സെയിൽസ്മാൻ്റെ കഥയാണ്. അയാൾക്ക് പുതിയ ജോലി കിട്ടി. ആ ജോലിക്ക് പോയി വരാനും കസ്റ്റമേഴ്സിനെ കാണാനും അദ്ദേഹത്തിന് ഒരു കാർ അത്യാവശ്യമാണ്. ഈ ഒരു പോയിന്റ് നമ്മുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നമ്മുടെ ജോലിയും സാലറിയും പോലൊക്കെ തന്നെ. ഇനി അയാളുടെ റിയൽ സിറ്റുവേഷൻ നോക്കാം. അദ്ദേഹത്തിന് ജോലിയുണ്ട്, പക്ഷേ കാറില്ല. കാർ വാങ്ങാനുള്ള പണം അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇല്ല. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? സേവിങ്സ് കൂട്ടാൻ വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യും, അല്ലേ? ഇതൊക്കെ നോർമൽ വഴികളാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ചെയ്തത് ഒട്ടും നോർമൽ അല്ലാത്തൊരു കാര്യമാണ്. ഈ ചെറുപ്പക്കാരനൊരു സത്യം അറിയായിരുന്നു. നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ യൂണിവേഴ്സൽ സപ്ലൈ സിസ്റ്റം ഉണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് നമ്മൾ പറയാറില്ലേ, അതൊരു പവർ ഹൗസ് ആണ്. നമ്മൾ എന്താണോ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്, അത് അത്ഭുതകരമായ വഴികളിലൂടെ ഔട്ട്പുട്ട് തരും. നമ്മുടെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലയോ, ഇതൊന്നും യൂണിവേഴ്സിനൊരു പ്രോബ്ലമേ അല്ല. അതുകൊണ്ട് അദ്ദേഹം പണത്തെക്കുറിച്ച് ചിന്തിച്ച് തലവേദന ഉണ്ടാക്കിയില്ല. പകരം അയാൾ ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു, അതായത് ഇമാജിനേഷൻ്റെ ഗെയിം. അദ്ദേഹം ജോലി കിട്ടിയ ആ സന്തോഷത്തിൽ വീട്ടിലെത്തി. തൻ്റെ മുറിയിൽ ഡോർ ക്ലോസ് ചെയ്ത് ശാന്തമായി ഒരു കസേരയിലിരുന്നു. എന്നിട്ട് അദ്ദേഹം കൃത്യമായി വേണമെന്ന് ആഗ്രഹിച്ച ആ കാറിനെ പറ്റി ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അയാൾ ബ്രാൻഡ് ഏതാണ്, മോഡൽ ഏതാണ് എന്ന് കൃത്യമായി സിനിമ കാണുന്നത് പോലെ കണ്ടു. അദ്ദേഹം തൻ്റെ ഇമാജിനറി കൈകൾ കൊണ്ട് കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുന്നതായി അനുഭവിച്ചു. പുതിയ കാറിൻ്റെ സീറ്റിലിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഫ്രഷ് ഫീൽ ശരീരത്തിലേക്ക് എടുത്തു. കാറിൻ്റെ സീറ്റിലെ ലെതറിൽ തൻ്റെ കൈകൾ ഓടിച്ചു നോക്കി. ആ സുഖം അദ്ദേഹം അനുഭവിച്ചു. എന്നിട്ട് അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു, ഇതെൻ്റേതാണ്, ഞാൻ ഇതിൻ്റെ ഓണറാണ്. ഇതൊരു വിഷായിരുന്നില്ല, ഉണ്ടെന്നൊരു കരുതലായിരുന്നു. താനിപ്പോൾ കാറിൻ്റെ ഉടമയാണ് എന്നുള്ളൊരു ഫീലിംഗ്. അയാൾ ആ ഫീലിംഗ് മൈൻഡിൽ ഹോൾഡ് ചെയ്തു. എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ചില്ല, കാരണം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വഴി ഉണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഇനി കേൾക്കൂ ഈ കഥയിലെ ഏറ്റവും വലിയ മാജിക്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൽ വെച്ച് അതുവരെ പരിചയമില്ലാത്ത ഒരു അങ്കിളുമായി സംസാരിക്കാനിടയായി. അവർ തമ്മിൽ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ആ അങ്കിൾ പറഞ്ഞു, ഞാനൊരു 6 മാസത്തേക്ക് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കാർ ഇവിടെ വെറുതെ കിടക്കും. നിനക്ക് പുതിയ ജോലിയല്ലേ, അതുകൊണ്ട് നീ അത് ഉപയോഗിച്ചോളൂ. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിനക്ക് സ്വന്തമായി കാറ് വാങ്ങാനുള്ള പണം ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾ പറയൂ, ഇത് കോയിൻസിഡൻസ് ആണോ? തീർച്ചയായും അല്ല. അയാൾ ഇമാജിൻ ചെയ്ത അതേ ബ്രാൻഡിലും മോഡലിലുള്ള കാറായിരുന്നു ആ അങ്കിൾ താൽക്കാലികമായി കൊടുത്തത്. അയാൾ 6 മാസം ആ കാർ ഉപയോഗിച്ചു. റിയൽ കാർ കിട്ടിയപ്പോൾ പോസിറ്റീവ് എനർജി കൂടി. അദ്ദേഹം ജോലിയിൽ ഫോക്കസ് ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയി. അങ്കിൾ തിരികെ വരുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് സ്വന്തമായി അതേ മോഡലിൽ കാർ വാങ്ങാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ നായകൻ്റെ വിജയം എവിടെയായിരുന്നു?
ആഗ്രഹിക്കുന്നതും ഉണ്ടെന്ന് കരുതുന്നതും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം മനസ്സിലാക്കി. വെറുതെ ഒരു കാറിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാറില്ല എന്നല്ലേ. അപ്പോൾ ആ ഇല്ലായ്മയാണ് നമ്മൾ ആകർഷിക്കുന്നത്. എന്നാൽ ആ കാർ തൻ്റെ സ്വന്തമായി ഉണ്ടെന്ന് കരുതിയാൽ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുന്നത് ഇപ്പോൾ ഇതെൻ്റേതാണ്, എനിക്കിത് കിട്ടിക്കഴിഞ്ഞു എന്നാണ്. ഇവിടെ നമ്മുടെ ചിന്തയും മനസ്സിലെ അനുഭവവും മാറി മറിയുന്നു. ആദ്യം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നോക്കിക്കൊള്ളൂ, ആ യാഥാർത്ഥ്യം പിന്നാലെ വന്നോളും. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വിഷമിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോഴും വെറുതെ ആഗ്രഹിക്കുന്നത്? ഇന്നു മുതൽ നിങ്ങളത് നിർത്തണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങൾക്ക് വേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറപ്പിക്കുക. കണ്ണുകൾ അടച്ച് 1 മിനിറ്റെങ്കിലും ശ്രദ്ധയോടെ ഈ എക്സസൈസ് ചെയ്യുക. കാറാണെങ്കിൽ അതിൻ്റെ സുഗന്ധം ശ്വസിക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കുക. ആ ഡ്രൈവ് ഫീൽ ചെയ്യുക. പണമാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ വലിയ ബാലൻസ് കാണുക. ആ പണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്കായി സന്തോഷത്തോടെ ചിലവഴിക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടാക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം: നിങ്ങൾ ഇതിനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല. നിങ്ങൾക്ക് അത് മനസ്സിൽ സത്യസന്ധമായി അനുഭവിക്കാൻ കഴിഞ്ഞാൽ അത് ബോധമനസ്സിൽ സംഭവിച്ചു കഴിഞ്ഞു. ഈ ബോധമനസ്സാണ് നമ്മുടെ യഥാർത്ഥ യാഥാർത്ഥ്യം. എന്നിട്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ മനസ്സിൽ അനുഭവിച്ച ആ യാഥാർത്ഥ്യം, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അത് നമ്മുടെ ഈ ഭൗതിക ലോകത്ത് ഉടൻ തന്നെ സംഭവിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്